பஞ்சபூத தத்துவத்தின் மூலமாக நெருப்பு என்று யாகசாலையிலே ஏற்றோணம், சதுரம், முக்கோணம், வட்டம் என்றெல்லாம் இங்கே யாகசாலையை நாம் பார்த்துக்கொண்டு வருகிறோம். மறுகாலம் தோன்றும் முருகா என்று ஓதுவாரம் என்கிற அற்புதமான குருவான சுவாமியுடைய திருவடியை வணங்கி என்னுடைய வழிகாட்டியான குலசேகரப்பள்ளி பிரசாரமன் மகிழக்கூடிய வகையில் இன்று கன்னியாகுமரி மாவட்டம் இந்த மண்டைக்காடு அருள்மிகு மகமையால் மாண்புமிகு இந்து சபை சகோதரி பிரம்மசக்தி அவர்களையும் விழாவானது நம்முடைய சிவாச்சாரிய அவர்களுடைய அற்புதமான வேதங்களாலும் உபநிடங்களாலும் வேதங்களால் இங்கே சிவாச்சாரியர்கள் பண்டிதர்கள் நம்முடைய திருமுறையினுடைய நாராயணம் சென்ற ஓதனமூர்த்திகளுடைய முன்னிலையிலேயே ஏற்கனவே நம்முடைய மண்டைக்காடு அருள்மிகு பகவதியுடைய ஆலயத்திலேயே மகா சங்கரோட்சணம் என்று சொல்லப்படக்கூடிய மகா தேசிய
இதோ யாகசாலையிலிருந்து கடம் புறப்பாடு என்கின்ற யாத்திராதான நிகழ்வு நடந்தேறுகின்றது. பக்த பெருமக்கள் எல்லாம் கரங்களை கூப்பியவாறு நம்பிக்கையை சிறமேற்கொண்டு எங்களை காக்கின்ற தாயை பக்த பெருமக்கள் ஆலய ராஜகோபுர முன் வருமாறு கேட்டுக் கொள்ளப்படுகிறார்கள். தயவு செய்து பக்த பெருமக்கள் நம்முடைய ராஜகோபுரத்தின் முன்பாக வரும்படி கேட்டுக் கொள்ளப்படுகிறார்கள். நம்முடைய ஆலயத்திலேயே முதல் நாள் மக்களை இணையோடு அற்புதமாக
போட்டு வந்துட்டா ஆமாங்க
நானும் எடுத்துட்டு இருக்கேன் பொறுத்தானே
ജഗദംബേ ദേവി മണ്ടക്കാട്ടമ്മേ ഭഗവതിയെ പണ്ടേ നിൻ മഹിമകളെന്നിൽ തുള്ളിപ്പാടുന്നേ. അമ്പേ ജഗദംബേ ദേവി മണ്ടക്കാട്ടമ്മേ ഭഗവതിയെ പണ്ടേ നിൻ മഹിമകളെന്നിൽ തുള്ളിപ്പാടുന്നേ. ആ വൻപേറും കീർത്തികളെന്നുടെ മനസ്സിൽ താളത്തിറയാട്ടം കാളി കുടികൊള്ളുകയെന്നും ഉള്ളിൽ നീ മാത്രം. അമ്പേ ജഗദംബേ ദേവി മണ്ടക്കാട്ടമ്മേ ഭഗവതിയെ പണ്ടേ നിൻ മഹിമകളെന്നിൽ തുള്ളിപ്പാടുന്നേ. അസുര വിനാശിനിയായിടും അംബിക തിരുവടി ഭഗവതിയെ ആമേയം തീർത്തും ദേവി ദുർഗാ ഭഗവതിയെ. അമ്പേ ജഗദംബേ ദേവി മണ്ടക്കാട്ടമ്മേ ഭഗവതിയെ പണ്ടേ നിൻ മഹിമകളെന്നിൽ തുള്ളിപ്പാടുന്നേ. പാരാകെ നിൻ തിരുനാമം നാവിൽ തുള്ളിക്കളിയാടുമ്പോൾ നാരായണി അമ്മേ കാലം കൈകൾ കൂപ്പുന്നേ. അമ്പേ ജഗദംബേ ദേവി മണ്ടക്കാട്ടമ്മേ ഭഗവതിയെ പണ്ടേ നിൻ മഹിമകളെന്നിൽ തുള്ളിപ്പാടുന്നേ. മൺകാലം ഒന്നിൽ നേദ്യ ചോറും പായസമട നൈവേദ്യം മാതേ നിൻ കൺമുന്നിൽ ഞാൻ വെച്ചിടുന്നേ. അമ്പേ ജഗദംബേ ദേവി മണ്ടക്കാട്ടമ്മേ ഭഗവതിയെ പണ്ടേ നിൻ മഹിമകളെന്നിൽ തുള്ളിപ്പാടുന്നേ. ആ ദാരികനെയും കൊന്ന് ആഹ്ലാദ ചിത്തയുമായി ദാനവ വൈരിയാകും ഭദ്രേ നീ അമ്മേ. അമ്പേ ജഗദംബേ ദേവി മണ്ടക്കാട്ടമ്മേ ഭഗവതിയെ പണ്ടേ നിൻ മഹിമകളെന്നിൽ തുള്ളിപ്പാടുന്നേ. ഉണ്ണികളുണ്ടായി കാണാൻ കാഴ്ച നേർച്ച ഒക്കെ വെച്ചു ഉണ്ണി പിറന്നിടുകിൽ ചോറുണല്ലോ. അമ്പേ ജഗദംബേ ദേവി മണ്ടക്കാട്ടമ്മേ ഭഗവതിയെ പണ്ടേ നിൻ മഹിമകളെന്നിൽ തുള്ളിപ്പാടുന്നേ. ആ താരികനെയും കൊന്ന് രക്തം വാർന്നൊരു ശിരസും മെന്തി കാക്ഷായണി അമ്മെ കണ്ടാലുള്ളം കുളിരുന്നേ. അമ്പേ ജഗദംബേ ദേവി മണ്ടക്കാട്ടമ്മേ ഭഗവതിയെ പണ്ടേ നിൻ മഹിമകളെന്നിൽ തുള്ളിപ്പാടുന്നേ. തിരുവുത്സവത്തിനമ്മേ താലപ്പൊലികളുമേന്തി കന്യകൾ തെയ്യം തിറ അമ്മൻകുടവും കാവടി കാഴ്ചകളും. അമ്പേ ജഗദംബേ ദേവി മണ്ടക്കാട്ടമ്മേ ഭഗവതിയെ പണ്ടേ നിൻ മഹിമകളെന്നിൽ തുള്ളിപ്പാടുന്നേ. അമ്പേ ജഗദംബേ ദേവി മണ്ടക്കാട്ടമ്മേ ഭഗവതിയെ പണ്ടേ നിൻ മഹിമകളെന്നിൽ തുള്ളിപ്പാടുന്നേ. അമ്പേ ജഗദംബേ ദേവി മണ്ടക്കാട്ടമ്മേ ഭഗവതിയെ പണ്ടേ നിൻ മഹിമകളെന്നിൽ തുള്ളിപ്പാടുന്നേ. അമ്പേ ജഗദംബേ ദേവി മണ്ടക്കാട്ടമ്മേ ഭഗവതിയെ പണ്ടേ നിൻ മഹിമകളെന്നിൽ തുള്ളിപ്പാടുന്നേ. അമ്പേ ജഗദംബേ ദേവി നമസ്കാരം. ലോകമാതാവായ ആദിപരാശക്തി, കാഞ്ചി കാമാക്ഷി, മധുര മീനാക്ഷി, കാശി വിശാലാക്ഷി, കന്യാകുമാരി ദേവി എന്നിങ്ങനെ പല രൂപങ്ങളിൽ പല നാമങ്ങളിൽ കുടികൊള്ളുന്ന ധാരാളം ക്ഷേത്രങ്ങൾ ഭാരതത്തിലുടനീളം ഉണ്ട്. അതിൽ ചിതൽപുറ്റ് പ്രധാന പ്രതിഷ്ഠയായ കന്യാകുമാരിക്കടുത്തുള്ള ഒരു പ്രശസ്ത ഭഗവതിയമ്മൻ ക്ഷേത്രത്തെക്കുറിച്ച് മനസ്സിലാക്കാം. ക്ഷേത്രം അരുൾമിகு ഭഗവതി അമ്മൻ തിരുക്കോവിൽ, മണ്ടേക്കാട്. ഈ ക്ഷേത്രം തമിഴ്നാട്ടിൽ കന്യാകുമാരി ജില്ലയിൽ കുളച്ചിലിനടുത്ത് മണ്ടേക്കാട് എന്ന സ്ഥലത്താണ് സ്ഥിതി ചെയ്യുന്നത്. പാർവതീദേവിയുടെ അംശമായ ആദിപരാശക്തിയാണ് മണ്ടേക്കാട്ടമ്മൻ എന്ന പേരിൽ ഇവിടെ കുടികൊള്ളുന്നത്. മറ്റു ക്ഷേത്രങ്ങളിൽ നിന്നും വ്യത്യസ്തമായി ശ്രീചക്രത്തിന് മുകളിലുള്ള ഒരു ചിതൽപുറ്റിലാണ് ദേവി അരുൾ ചൊരിയുന്നത്. കടൽ തീരത്ത് സ്ഥിതി ചെയ്യുന്ന ഈ ക്ഷേത്രത്തിലേക്ക് കേരളത്തിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നും ധാരാളം ഭക്തരെത്തുന്നു. ശബരിമല ക്ഷേത്രത്തിലേക്ക് പോകുന്ന ഭക്തർ 41 നാൾ വ്രതമെടുത്ത് ഇരുമുടിക്കെട്ടുമായി പോകുന്നത് പോലെ ഇവിടെ സ്ത്രീകൾ ഇരുമുടിക്കെട്ടുമായി ക്ഷേത്രത്തിലെത്തി ദേവിക്ക് പൊങ്കാലയിടുന്നു. അതിനാൽ തന്നെ ഈ ക്ഷേത്രം സ്ത്രീകളുടെ ശബരിമല എന്നറിയപ്പെടുന്നു. ദർശനത്തിനെത്തുന്ന ഭക്തർ ക്ഷേത്രത്തിനരികിലുള്ള കടലിൽ ചെന്ന് കാൽ നനച്ച് ശുദ്ധമാക്കി വേണം ക്ഷേത്രത്തിൽ പ്രവേശിക്കാൻ. ദിനവും പൊങ്കാല സമർപ്പിക്കാവുന്ന ക്ഷേത്രമാണിത്. അതിനുള്ള സൗകര്യങ്ങളും പൊങ്കാല അടുപ്പുകളും ക്ഷേത്രത്തിലുണ്ട്. ഈ ക്ഷേത്രത്തെക്കുറിച്ചുള്ള ഐതിഹ്യം ഇങ്ങനെയാണ്. മണ്ടേക്കാട് എന്ന ഈ പ്രദേശം പണ്ടുകാലത്ത് നിബിഡ വനമായിരുന്നു. ഇടയന്മാർ കന്നുകാലികളെ മേയ്ക്കാൻ ഇവിടെ കൊണ്ടുവന്ന് താൽക്കാലികമായി തൊഴുത്ത് നിർമ്മിച്ച് വസിച്ചു വന്നിരുന്നു. മന്തേക്കാട് എന്നറിയപ്പെട്ടിരുന്ന ഇവിടം കാലക്രമേണ മണ്ടേക്കാട് എന്നായി മാറി. ആ കാലഘട്ടത്തിൽ വസൂരി, കോളറ മുതലായ രോഗങ്ങൾ പടർന്നു പിടിക്കുകയും വേണ്ടത്ര ആശുപത്രി സൗകര്യങ്ങളില്ലാത്തതിനാൽ ജനങ്ങൾ ഈ പ്രദേശത്തു നിന്ന് ഒഴിഞ്ഞു പോകാനും തുടങ്ങി.
അങ്ങനെയിരിക്കെ ആദി ശങ്കരാചാര്യരുടെ ഒരു ശിഷ്യൻ ഈ സ്ഥലത്ത് എത്തുകയും ശ്രീചക്രം പ്രതിഷ്ഠിച്ച് പൂജിക്കുകയും ചെയ്തു. അദ്ദേഹം തൻ്റെ ദൈവിക ശക്തിയാൽ ജനങ്ങളുടെ അസുഖം മാറ്റുകയും ജീവസമാധിയാവുകയും ചെയ്തു. ആ ശ്രീചക്രത്തിന് ചുറ്റും ചിതൽപുറ്റുകൾ രൂപം കൊണ്ടു. ഒരു നാൾ ഈ പ്രദേശത്ത് കളിച്ചുകൊണ്ടിരുന്ന കുട്ടികളുടെ പന്ത് തട്ടി ചിതൽപുറ്റിൻ്റെ ഒരു ചെറിയ ഭാഗം ഉടയുകയും അതിൽ നിന്നും ചോര ചീറ്റിത്തെറിക്കുകയും ചെയ്തു. ഐതിഹ്യപ്രകാരം ചന്ദനം പുറ്റിൽ തടവിയപ്പോൾ ചോര നിന്നെന്നും ജനങ്ങൾ ഇവിടെ ദൈവസാന്നിധ്യമുണ്ടെന്ന് മനസ്സിലാക്കി ഓല കൊണ്ട് ഒരു ചെറിയ ക്ഷേത്രം നിർമ്മിച്ച് ഭഗവതിയെ പൂജിച്ചു വന്നു എന്നാണ് പറയപ്പെടുന്നത്. സ്ത്രീകൾ ഇരുമുടിക്കെട്ടുമായി ഈ ക്ഷേത്രത്തിലെത്തുന്നതിൻ്റെ പിന്നിലും ഒരു ഐതിഹ്യമുണ്ട്. കാട്ടുവഴിയായിരുന്ന ഈ പ്രദേശത്തുകൂടെ വ്യാപാരികൾ തലച്ചുമടായും കാളവണ്ടിയിലും തങ്ങളുടെ കാർഷിക വിളകൾ വിൽക്കുന്നതിനായി പല ഭാഗത്തേക്കും സഞ്ചരിച്ചു കൊണ്ടിരുന്നു. ഒരു നാൾ കൊല്ലത്തു നിന്നുള്ള ഒരു വ്യാപാരിയും കൂടെ വന്നവരും രാത്രിയിൽ ഈ പ്രദേശത്തുകൂടെ വരുമ്പോൾ വിശപ്പും ദാഹവും കൊണ്ട് അവിടെയുള്ള ഒരു വീടിൻ്റെ കതകിൽ മുട്ടി ഭക്ഷണത്തിന് അപേക്ഷിച്ചു. അന്നേരം വാതിൽ തുറന്ന ഒരു വൃദ്ധ അവരോട് കുളിച്ചു വരാൻ പറയുകയും അവർക്ക് രുചികരമായ ഭക്ഷണം വിളമ്പുകയും ചെയ്തു. ക്ഷീണം കൊണ്ട് ഉറങ്ങിപ്പോയ അവർ രാവിലെ എഴുന്നേറ്റ് നോക്കുമ്പോഴാണ് ഒരു ക്ഷേത്രത്തിനുള്ളിലാണ് ഉറങ്ങിയതെന്ന് മനസ്സിലാവുന്നത്. അവരുടെ വിശപ്പകറ്റിയത് ദേവി തന്നെയെന്ന് തീർച്ചപ്പെടുത്തിയ വ്യാപാരിയും കൂട്ടരും അവരുടെ വ്യാപാരത്തിൻ്റെ ഒരു ലാഭവിഹിതം ഒരു തുണിയിൽ കെട്ടി ദൈവത്തിന് സമർപ്പിക്കുകയും കൊല്ലത്തെത്തി ഈ വിവരം നാട്ടുകാരോട് പറയുകയും ചെയ്തു. അതിനുശേഷം ഇങ്ങോട്ട് ഭക്തരെത്തി തുടങ്ങുകയും അവർ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ദേവി നടത്തിക്കൊടുക്കുകയും ചെയ്തതോടെ വിശന്നിരിക്കുന്നവർക്ക് അന്നം കൊടുത്ത ദേവിക്കായി സ്ത്രീകൾ ഇവിടെ ഇരുമുടിക്കെട്ടുമേന്തി വന്ന് ദേവിക്ക് പൊങ്കാല സമർപ്പിക്കുന്നു. ഇരുമുടിക്കെട്ടിൽ ഒന്നിൽ പൊങ്കാലയ്ക്കുള്ള സാധനങ്ങളും വേറെ കെട്ടിൽ പൂജാദ്രവ്യങ്ങളുമാണ്. അന്ന് ഇവിടം ഭരിച്ചിരുന്ന മാർത്താണ്ഡവർമ്മ മഹാരാജാവിൻ്റെ സ്വപ്നത്തിൽ ദേവി സൂചനകൾ കൊടുത്തിട്ടാണ് അദ്ദേഹം ഇവിടെ ക്ഷേത്രം നിർമ്മിച്ച് ദിനപൂജകൾ ആരംഭിച്ചത് എന്നാണ് പറയപ്പെടുന്നത്. 15 അടി ഉയരമുള്ള ഈ പുറ്റ് വളരുന്നുണ്ടെന്നാണ് ഭക്തന്മാരുടെ വിലയിരുത്തൽ. അതിനാൽ തന്നെ പല പ്രാവശ്യം കരുവറ പുനർനിർമ്മാണം ചെയ്യേണ്ടി വന്നതായും പറയപ്പെടുന്നു. ഈ ക്ഷേത്രം സന്ദർശിക്കുന്നവർ തിരുവട്ടാർ ആദികേശവ പെരുമാൾ ക്ഷേത്രവും ശുചീന്ദ്രം താണുമലയൻ ക്ഷേത്രവും കന്യാകുമാരി ദേവി ക്ഷേത്രവും സന്ദർശിക്കാൻ മറക്കാറില്ല. 1000 വർഷത്തോളം പഴക്കം തോന്നിക്കുന്നതും കേരളീയ രീതിയിൽ നിർമ്മിച്ചിരിക്കുന്നതുമായ മണ്ടേക്കാട് ഭഗവതിയമ്മൻ ക്ഷേത്രത്തിൻ്റെ കരുവറയിൽ മണ്ടേക്കാട് ഭഗവതിയമ്മൻ 15 അടി ഉയരത്തിൽ 5 ശാഖകളോടെയുള്ള മൺപുറ്റിൻ്റെ മുകൾ ഭാഗത്ത് ചന്ദന മരത്തിലുള്ള സുന്ദരവദനത്തോടെ ഭക്തർക്ക് അരുൾ ചൊരിയുന്നു. മൺപുറ്റിനു മുൻവശത്തായി വെള്ളിയിൽ അമ്മൻശില, അതിനു മുൻവശത്ത് വെങ്കലത്തിൽ നിന്ന തിരുക്കോലത്തിലുള്ള അമ്മൻശിലയുമുണ്ട്. ഭക്തരുടെ അഭീഷ്ടങ്ങൾ സാധിച്ചു കൊടുക്കുന്ന അനുഗ്രഹപ്രദായിനിയാണ് ഈ ശക്തിയുള്ള ഭഗവതിയമ്മൻ. വിവാഹ തടസ്സം മാറാൻ ദേവിക്ക് താലിയും പട്ടുവസ്ത്രവും സമർപ്പിക്കുന്നത്, സന്താന തടസ്സം മാറാൻ തൊട്ടിലും ഊഞ്ഞാലും, മാനസിക പ്രശ്നങ്ങൾക്ക് പരിഹാരമായി ക്ഷേത്രക്കിണറിന് തൊട്ടിയും കയറും, തലവേദന മാറാൻ മണ്ടയപ്പം നിവേദിക്കുന്നത്, ശരീരഭാഗങ്ങളിലെ അസ്വാസ്ഥ്യങ്ങൾ മാറാൻ അവയവങ്ങളുടെ വെള്ളിരൂപങ്ങൾ, ശത്രുദോഷം മാറാൻ വെടിവഴിപാട് എന്നിങ്ങനെ പല വഴിപാടുകൾ ക്ഷേത്രത്തിലുണ്ട്. വെറുനിലത്ത് ആഹാരം കഴിക്കുന്ന മൺചോറ് എന്ന സമ്പ്രദായവും ക്ഷേത്രത്തിലുണ്ട്. ദേവിയുടെ പ്രസാദമായാണ് ഭക്തർ ഇവയെ കണക്കാക്കുന്നത്. നാഗരാജാവ്, ഗണപതി, ശനീശ്വരൻ, ഭൈരവർ എന്നിങ്ങനെയുള്ള ഉപപ്രതിഷ്ഠകളും ക്ഷേത്രത്തിലുണ്ട്. ക്ഷേത്രവൃക്ഷം അരയാൽ വേപ്പ്. ക്ഷേത്രതീർത്ഥം വടക്ക് താമരക്കുളം. 4 കാല പൂജകളാണ് ക്ഷേത്രത്തിൽ അനുഷ്ഠിക്കുന്നത്. ചൊവ്വ, വെള്ളി, പൗർണമി എന്നീ വിശേഷ ദിവസങ്ങൾ കൂടാതെ കുംഭമാസത്തിലെ അമ്മൻകൊടൈ ഉത്സവമാണ് ഇവിടെ പ്രധാനം. ദേവിയുടെ ഭൂതഗണങ്ങൾക്ക് ബലി സമർപ്പിക്കുന്ന ചടങ്ങാണ് അമ്മൻകൊടൈ. കുംഭമാസത്തിലെ ഒടുവിലത്തെ ചൊവ്വാഴ്ചയാണ് ഈ ചടങ്ങ് നടത്തുന്നത്. ഈ ദിനം ഏകാദശി വരികയാണെങ്കിൽ അതിനു മുമ്പുള്ള ചൊവ്വാഴ്ച ചടങ്ങ് നടത്തും. 10 ദിവസം നീണ്ടു നിൽക്കുന്ന ഉത്സവത്തിൽ വലിയ പടുക്കെ, ഒടുക്കുപൂജ, എട്ടാംകൊട, ഭരണികൊട എന്നീ വിശേഷ പൂജകളുമുണ്ട്. ഇതിൽ മുഖ്യ പൂജയാണ് ഒടുക്കുപൂജ. ഉത്സവത്തിൻ്റെ അവസാന ദിവസം രാത്രിയാണ് ഈ പൂജ. ദേവിക്ക് ചോറും വിഭവങ്ങളും ഒരുക്കുന്ന